ഹലോ മക്കളെ, നമ്മൾ നീറ്റ് എക്സാമിൽ കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഓർഗാനിക് കെമിസ്ട്രി. സോ ഓർഗാനിക് കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ പല കുട്ടികൾക്കും പേടിയാണല്ലേ. ആക്ച്വലി ഓർഗാനിക്കിന് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇനി നമുക്കറിയാം നീറ്റ് എക്സാം മെയ് 4 നടക്കാൻ പോകും. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ബാക്കിയുള്ളൂ, ഏകദേശം ഓൾമോസ്റ്റ് 2 വീക്സ്. ഈ 2 വീക്സിലൂടെ നമ്മൾ ഓർഗാനിക് മൊത്തം സെറ്റ് ചെയ്യാൻ പറ്റും. എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും പറ്റും. കാരണം നിങ്ങൾ ഓൾറെഡി എല്ലാ ക്ലാസ്സുകളും കണ്ട കുട്ടികളായിരിക്കും. അതിനോട് കൂടെ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിനകത്ത് ഒരു 1 ഷോട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓർഗാനിക്കിന്റെ. അപ്പം ആ ഓർഗാനിക്കിന്റെ വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് NCERT-നകത്തുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മൊത്തം പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30ഓളം ചോദ്യങ്ങൾ നമ്മളവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, അതേപോലെ കൺസെപ്റ്റിൽ ലിങ്ക് ചെയ്യുന്ന ടൈപ്പ് ചോദ്യങ്ങൾ, അതുപോലെ കൺസെപ്റ്റ് ആൽക്കഹോളും ആൽഡിഹൈഡും അമൈൻസും അതുപോലെ എല്ലാ ചാപ്റ്ററുകളും ഹൈഡ്രോ കാർബൺസും ഇതൊക്കെ ലിങ്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ, അതിന് കോൺസെപ്റ്റുകളൊക്കെ ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായി നിങ്ങൾ ക്ലാസ്സിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കറിയാം 45 ചോദ്യങ്ങളായിരിക്കും കെമിസ്ട്രിയിൽ ഉണ്ടായിരിക്കും. അതിൽ ഓൾമോസ്റ്റ് 15 അല്ലെങ്കിൽ 15-ലധികം ചോദ്യങ്ങൾ ഓർഗാനിക്കിനായിരിക്കും. സോ ഓർഗാനിക്കിനകത്തുള്ള ഓരോ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല കുട്ടികൾക്കും മാർക്കുകൾ പോകുന്നത് ഓർഗാനിക്കുന്നായിരിക്കും. അപ്പോൾ ഈ സംഭവം കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി ലിങ്ക് ചെയ്യാൻ പറ്റണം. അതായത് ഓരോ ചാപ്റ്റർ മറ്റേ ചാപ്റ്റർ ലിങ്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ അത്തരത്തിലുള്ള ഒരു ലെക്ചർ വീഡിയോസ് ആണ് നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ക്ലാസ്സിൽ കൃത്യമായി കണ്ടു നോക്കുക, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ ക്ലാസ്സിൽ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് NCERT ബേസ്ഡ് ആയിരിക്കും, അല്ലാതെ കുറേ പുറത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. NCERT-നകത്തുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിൽ മാക്സിമം കണ്ടു നോക്കുക. ഏതെങ്കിലും ഡൗട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം കാണാം, അല്ലെങ്കിൽ മൊത്തം കണ്ടു നോക്കാം. ഇനി ക്വസ്റ്റ്യൻസുകൾ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ 2 ആഴ്ചയിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് എത്തണം. നിങ്ങൾക്കറിയാം 45 ചോദ്യം ചെയ്താൽ 150 മാർക്കാകും. അപ്പോൾ 150 മാർക്ക് കെമിസ്ട്രിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബയോളജിയോടും ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഫിസിക്സ് ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ മികച്ച റാങ്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS തന്നെ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച MBBS നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സോ അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്.